നമസ്കാരം. അമേരിക്കക്കാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ട്രംപിന് ഇപ്പൊ എന്താണ് പറ്റിയത്? പണിയെടുക്കണമെങ്കിൽ നല്ല തലച്ചോറുള്ള ഇന്ത്യക്കാർ തന്നെ വേണം. കാലും കൈയും കെട്ടി വിമാനത്തിൽ പഞ്ചാബിലേക്ക് കൊണ്ടുവന്ന ഇന്ത്യക്കാരുടെ മുഖമൊന്നും ആരും ഇവിടെ മറന്നിട്ടില്ല. എന്നിട്ട് എന്താണ് ഉണ്ടായത്? എല്ലാം കയ്യിൽ നിന്നും പോയ ഒരവസ്ഥ. ഇപ്പോൾ പറയുന്നു പണിയെടുക്കാൻ വേറെ രാജ്യക്കാർ വേണമെന്ന്. എന്താണ് ട്രംപ് പറഞ്ഞത് എന്നതല്ലേ, നമുക്ക് വരാം. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അനുകൂലമായേക്കാവുന്ന ഒരു സൂചന ട്രംപിന്റെ പ്രസ്താവനയിൽ ഇപ്പോഴുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിൽ ജോലികൾ നികത്തുന്നതിന് മതിയായ കഴിവുള്ള ആളുകൾ രാജ്യത്തിനുള്ളിൽ ലഭ്യമല്ല എന്ന ട്രംപിന്റെ പരാമർശം വിദേശീയരായ തൊഴിലാളികളെ, പ്രത്യേകിച്ച് ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരെ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യുഎസിലെ ടെക്നോളജി, അതുപോലെ മെഡിസിൻ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ സാന്നിധ്യം വളരെ വലുതാണ്. ഈ സാഹചര്യത്തിൽ ആഭ്യന്തരമായി കഴിവുള്ളവരുടെ കുറവുണ്ട് എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം നിലവിലുള്ള H-1B വിസക്കാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രാധാന്യമാണ് വർദ്ധിപ്പിക്കുന്നത്. ട്രംപിന്റെ കുടിയേറ്റ നയം പൊതുവെ കടുപ്പമേറിയതാണ് എങ്കിലും ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശികളെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യക്കാര്, ഇന്ത്യക്കാരെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നതിനോ അല്ലെങ്കിൽ നിലനിർത്തുന്നതിനോ അദ്ദേഹം പിന്തുണ നൽകിയേക്കാം എന്ന് തന്നെയാണ്. കാരണം നിലവിൽ അമേരിക്കയിലെ വിദഗ്ധ ജോലികളിൽ കാര്യമായ സംഭാവന നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യൻ വംശജർ തന്നെയാണല്ലേ. ഇത് യുഎസിന്റെ വിസാ നയങ്ങളിൽ കഴിവുകൾക്ക് മുൻഗണന നൽകുന്ന ഒരു സമീപനം തന്നെയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ആളുകളില്ല എന്ന ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യൻ കഴിവുകൾ ആവശ്യമാണ് എന്നതിന്റെ പരോക്ഷമായ അംഗീകാരമായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളും അമേരിക്കയിൽ കഴിവുള്ളവരുടെ കുറവുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവനയും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്, ഇവിടെ ചർച്ച ചെയ്യേണ്ടതുമാണ്. ഒരു വശത്ത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി അതിർത്തികൾ കർശനമാക്കുകയും H-1B വിസകൾ ഉൾപ്പെടെയുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള മാർഗങ്ങൾ അടയ്ക്കുകയും ചെയ്തത് ഇതേ ട്രംപ് തന്നെയാണ്. എന്നാൽ മറുവശത്തോ, ഇന്ന് അദ്ദേഹം പറയുന്നത് US സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ, അതായത് കഴിവുകളുള്ള ആളുകൾ രാജ്യത്തിനകത്ത് ഇല്ല എന്നാണ്. അതായത് മറ്റ് രാജ്യക്കാർ അവിടെ വേണം. ഈ നിലപാട് വിമർശിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മുൻ നയങ്ങൾ തന്നെയാണ്. അതായത് നിലവിലെ ഈ കഴിവുള്ളവരുടെ കുറവിന് പ്രധാനപ്പെട്ട കാരണം എന്നതിലാണ്. ലോകമെമ്പാടുമുള്ള മികച്ച പ്രതിഭകളെ അമേരിക്കയിലേക്ക് ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും പകരം വിദേശ തൊഴിലാളികളെ തടസ്സപ്പെടുത്തിയ നയങ്ങൾ രാജ്യത്തിന്റെ സാങ്കേതിക ശാസ്ത്ര മേഖലകളിലെ വളർച്ചയെ തന്നെ പിന്നോട്ടടിപ്പിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കഴിവുള്ളവരുടെ കുറവിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ സൗകര്യവാദം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റിസം മാത്രമായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതായത് കുടിയേറ്റ വിരുദ്ധത എന്ന നിലപാടുമായി മുന്നോട്ട് പോകുമ്പോഴും സമ്പദ് വ്യവസ്ഥയുടെ ആവശ്യം വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ, അതായത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ പരോക്ഷമായി ക്ഷണിക്കുകയാണ്. ഇത് കുടിയേറ്റത്തെ മൊത്തത്തിൽ എതിർക്കുമ്പോഴും കഴിവുള്ളവരെ മാത്രം സ്വീകരിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണെന്ന വിമർശനവും ശക്തമാണ്. കഴിവുള്ളവരുടെ കുറവുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് മുൻപ് കർശനമാക്കിയ നിയമങ്ങൾ തിരുത്തി വിദേശ പ്രതിഭകളെ സ്വാഗതം ചെയ്യാനുള്ള അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് തന്നെയല്ലേ. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ പ്രസ്താവന സ്വന്തം നയങ്ങളുടെ പരാജയം വിളിച്ചു പറയുന്ന ഒന്നായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. കുടിയേറ്റ നിയന്ത്രണങ്ങൾ മൂലം അമേരിക്കൻ കമ്പനികൾക്ക് വിദഗ്ധരായിട്ടുള്ള ജീവനക്കാരെ നഷ്ടപ്പെടുകയും അവർ പലപ്പോഴും തങ്ങളുടെ ഗവേഷണ വികസന കേന്ദ്രങ്ങളൊക്കെ കാനഡയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും മാറ്റാൻ നിർബന്ധിതരാവുകയും ചെയ്തു എന്നത് ഈ വിഷയത്തെക്കുറിച്ച് വിശദമാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ട്രംപിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ കർശനമായ വിസ, കുടിയേറ്റ നയങ്ങൾ അമേരിക്കൻ ടെക്നോളജി, ശാസ്ത്ര മേഖലകളിൽ ഉണ്ടാക്കിയ പ്രതികൂല സ്വാധീനം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. H-1B വിസകൾ ലഭിക്കുന്നതിലെ ബുദ്ധിമുട്ട്, വിസ പുതുക്കുന്നതിനുള്ള കാലതാമസം, ഉയർന്ന നിരക്കിലുള്ള അപേക്ഷാ നിഷേധങ്ങൾ എന്നിവ ലോകോത്തര പ്രതിഭകളെ യുഎസിൽ നിന്ന് അകറ്റുകയായിരുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ തുടരാനോ അതുപോലെ തന്നെ പുതിയ ജോലിക്ക് പ്രവേശിക്കാനോ കഴിയാതെ വന്നതോടെ ടെക് ഭീമന്മാരും അതേപോലെ തന്നെ ബയോടെക് സ്റ്റാർട്ടപ്പുകളും ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ള ജീവനക്കാരെ കണ്ടെത്താൻ സാധിക്കാതെ വന്നു. ഈ പ്രതിസന്ധി അമേരിക്കൻ കമ്പനികളുടെ മത്സരക്ഷമതയെ നേരിട്ട് ബാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ ഉൽപ്പന്നങ്ങളുടെ വികസനം, നൂതന സാങ്കേതിക വിദ്യകളിലെ ഗവേഷണം എന്നിവയെല്ലാം മുടങ്ങിപ്പോയി.
ഈ സാഹചര്യത്തിലാണ് വിദേശ പ്രതിഭകളെ എളുപ്പത്തിൽ സ്വീകരിക്കുന്ന കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ഓപ്പറേഷൻസും അതുപോലെ തന്നെ റിസർച്ചും അതിലും പ്രധാനമായി ഗവേഷണ വികസന കേന്ദ്രങ്ങളൊക്കെ മാറ്റാൻ ഇത്തരം കമ്പനികൾ നിർബന്ധിതരാകുന്നത്. അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. കാനഡയുടെ ഗ്ലോബൽ സ്കിൽ സ്ട്രാറ്റജി പോലുള്ള ആകർഷകമായ വിസ പദ്ധതികൾ US പ്രവേശനം നിഷേധിക്കപ്പെട്ട മികച്ച എഞ്ചിനീയർമാരെയും ശാസ്ത്രജ്ഞരെയും വേഗത്തിൽ സ്വീകരിച്ചു. ഇത് അമേരിക്കയിൽ നിന്ന് പ്രതിഭകളുടെ തലച്ചോറ് ചോർച്ച, അതായത് ബ്രെയിൻ ഡ്രെയിന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഉണ്ടാക്കുന്നതിന് കാരണവുമായി. തൽഫലമായി അമേരിക്കൻ നയങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് കാനഡയ്ക്ക് അവരുടെ സാങ്കേതിക മേഖല വികസിപ്പിക്കാനുള്ള സുവർണ അവസരമായി മാറുകയായിരുന്നു. ഈ പ്രവണത ആഗോളതലത്തിൽ സാങ്കേതിക വികസനത്തിന്റെ കേന്ദ്രം അമേരിക്കയിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന ഭീഷണിയാണ് ഉയർത്തിയത്. അതാണ് ഇപ്പോൾ ട്രംപിന്റെ നയമാറ്റത്തിന് പിന്നിൽ. ട്രംപിന്റെ കഴിവുള്ളവരുടെ കുറവുണ്ട് എന്ന പരാമർശത്തെ അദ്ദേഹത്തിന്റെ വിശാലമായ കുടിയേറ്റ നയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശദീകരിക്കണം തോന്നുന്നു. ഈ പരാമർശം കുടിയേറ്റത്തെ ഉയർന്ന വൈദഗ്ധ്യമുള്ളവർ എന്നും, അതായത് ഹൈ സ്കിൽഡ് എന്നും, താഴ്ന്ന വൈദഗ്ധ്യം, അതായത് ലോ സ്കിൽഡ് എന്നും വേർതിരിച്ച് കാണുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെ മാറുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ട്രംപിന്റെ കഴിവുള്ളവരുടെ കുറവ് എന്ന ഏറ്റവും പുതിയ പ്രസ്താവന കുടിയേറ്റ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നിലപാടിന്റെ വ്യക്തമായ സൂചന തന്നെയാണ്. പൊതുവെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന തന്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നതിനിടയിലും രാജ്യത്തിന് ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾ ആവശ്യമാണെന്ന് സമ്മതിക്കുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം തന്നെയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ നയങ്ങൾ കുടിയേറ്റക്കാരെ വർഗീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട്. മെക്സിക്കോയിൽ നിന്നും മധ്യ അമേരിക്കയിൽ നിന്നുമുള്ള അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെ ദേശീയ സുരക്ഷാ ഭീഷണിയായും താഴ്ന്ന വൈദഗ്ധ്യമുള്ളവരുടെ ഒഴുക്കായിട്ടും ചിത്രീകരിക്കുന്നതിലൂടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ അടിത്തറയെ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യൻ ടെക്കുകളെ പോലെ ഉയർന്ന വരുമാനമുള്ളവരും സാമ്പത്തികമായി രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്നവരുമായ വിദഗ്ധ തൊഴിലാളികളെ രാജ്യത്തേക്ക് ആകർഷിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം പരോക്ഷമായി സമ്മതിക്കുകയുമാണ് ഇതിലൂടെ ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ കാതൽ പോലും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഒന്ന്, വോട്ട് ബാങ്ക് സംരക്ഷിക്കുക എന്നതാണ്. അതായത് അതിർത്തിയിലെ കുടിയേറ്റക്കാർക്ക് എതിരായ നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്റെ യാഥാസ്ഥിതിക വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തുക. രണ്ടാമത്തെ സാമ്പത്തിക നേട്ടമാണ്. അമേരിക്കൻ കോർപ്പറേഷനുകൾക്കും ടെക് വ്യവസായങ്ങൾക്കും ആവശ്യമായിട്ടുള്ള, അതുപോലെ തന്നെ സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ള വിദേശ തൊഴിലാളികളെ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ വേർതിരിവിലൂടെ അമേരിക്കയുടെ സാമ്പത്തിക ആവശ്യങ്ങളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകളെയും ഒരേ സമയം തൃപ്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ട്രംപിന്റെ ഈ പ്രസ്താവന കുടിയേറ്റത്തെ മനുഷ്യത്വപരമായ കാഴ്ചപ്പാടിലൂടെയല്ല, മറിച്ച് സാമ്പത്തിക ലാഭത്തിന്റെയും രാഷ്ട്രീയ നേട്ടത്തിന്റെയും കണ്ണടയിലൂടെ മാത്രം കാണുന്ന ഒരു സമീപനമാണ് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. കഴിവുള്ള തൊഴിലാളികളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അതിർത്തിയിലെ കുടിയേറ്റക്കാരെ അകറ്റി നിർത്തുന്ന ഈ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള കുടിയേറ്റം, അതായത് മെറിറ്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ എന്ന നയം അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. ട്രംപിന്റെ ഈ നയത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.